നമസ്കാരം. എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് മാത്സിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദൂരവും സമയവും കൺസെപ്റ്റാണ്. പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ഏരിയയാണ് ദൂരവും സമയവും. എന്നാൽ വളരെ കൃത്യമായി കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാൽ, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് സാധാരണയായി ദൂരവും സമയത്തിൽ വരാറുള്ളത്. നമുക്ക് ഇതിന്റെ അടിസ്ഥാന സൂത്രവാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആകെ ഒരു ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്. അതായത് വേഗത സമം ദൂരം ബൈ സമയം. ഇതാണ് നമ്മുടെ അടിസ്ഥാന ഇക്വേഷൻ. സോ ഈ അടിസ്ഥാന ഇക്വേഷനാണ് താഴെ കാണുന്ന രണ്ട് ഇക്വേഷൻസും വന്നിട്ടുള്ളത്. അതായത് വേഗത സമം ദൂരം ബൈ സമയമാണെങ്കിൽ സമയം എന്തായിരിക്കും? ഈ സമയത്തെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, വേഗത അടിയിലേക്ക് കൊണ്ടുപോകാം. സമയം സമം ദൂരം ബൈ വേഗതയായിരിക്കും. അതേസമയം ദൂരമാണെങ്കിലോ സമയം ഇങ്ങോട്ട് കൊണ്ടുപോയാൽ സമയം ഇൻറ്റു വേഗതയാവും. സമയം ഇൻറ്റു വേഗത, ദൂരം വേഗത ഇൻറ്റു സമയം. അങ്ങനെ ഈ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അപ്പൊ ആകെ ഇക്വേഷൻസ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? വേഗത സമം ദൂരം ബൈ സമയം. ഇനി ഇതിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ അളവുകോലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ദൂരം സാധാരണയായി കിലോമീറ്ററിലും മീറ്ററിലുമാണ് നമ്മൾ പറയാറ്. അതേസമയം സമയമാണെങ്കിൽ മണിക്കൂറിൽ പറയും, മിനിറ്റിൽ പറയും, അല്ലെങ്കിൽ സെക്കൻഡിൽ പറയും. അതുകൊണ്ട് തന്നെ വേഗത കിലോമീറ്റർ പെർ അവർ, മീറ്റർ പെർ സെക്കൻഡ് എന്നിങ്ങനെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു വേഗതയുടെ ഇക്വേഷൻ ദൂരം ബൈ, അതായത് ദൂരം ഹരിക്കണം സമയമാണ്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ യൂണിറ്റിലും പ്രയോഗിക്കുക. ദൂരം കിലോമീറ്ററിലാണെങ്കിൽ കിലോമീറ്റർ ബൈ സമയം മണിക്കൂറിലാണെങ്കിൽ അതിന്റെ വേഗതയുടെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവറിലായിരിക്കും. ഇങ്ങനെയാണ് യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. അതേസമയം ദൂരം മീറ്ററിൽ, സമയം സെക്കൻഡിലാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. ഇത് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഉദാഹരണത്തിന് 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 5/18, 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ 1 കിലോമീറ്റർ പെർ അവർ, ഇതിന്റെ അർത്ഥം എന്താണ്? വേഗത 1 കിലോമീറ്റർ പെർ അവർ, 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്നത് 1 കിലോമീറ്റർ ആണ്. ഈ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 1000. അതായത് 1 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മണിക്കൂറിനെ സെക്കൻഡ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 160, മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ വേണ്ടി വീണ്ടും 60. അങ്ങനെ 3600 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 3600 എന്തിനാണ് മൾട്ടിപ്ലൈ ചെയ്തത്? ഈ അവറിനെ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ കിട്ടും? 5/18 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നിട്ടുള്ളത്. സോ നമ്മൾ ഈ ഇക്വേഷൻ മറന്നുപോയാലും നമ്മൾ ഇതുപോലെ ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. അതേസമയം 1 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇതിനെ കിലോമീറ്ററിലേക്ക് പോകാൻ നേരെ തിരിച്ച് 18/5 കിലോമീറ്റർ പെർ അവർ. ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. അതായത് 3 മണിക്കൂറിൽ 150 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വേഗത എന്തായിരിക്കും? നമുക്കറിയാം വേഗതയുടെ ഇക്വേഷൻ എന്താണ്? വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. ദൂരം എത്രയാണ്? 150. സമയം എത്രയാണ്? 150 കിലോമീറ്റർ ആണ്. ഇത് 3 മണിക്കൂറാണ്. അപ്പോ യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ പെർ അവർ. 50 കിലോമീറ്റർ പെർ അവർ. വേറൊരു ഉദാഹരണം നോക്കാം. 800 മീറ്റർ 6 മിനിറ്റിൽ സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വേഗത എത്രയായിരിക്കും? നമുക്കറിയാം വേഗത ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ദൂരം ബൈ സമയമാണ്. അപ്പൊ ദൂരം എത്രയാണ്? 800 മീറ്റർ ആണ്. പക്ഷെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ചിലപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലായിരിക്കും, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. നമുക്ക് രണ്ടും കണ്ടുപിടിക്കാം. അപ്പൊ 800 മീറ്റർ ഡിവൈഡഡ് ബൈ 6 മിനിറ്റ്. സോ ഇതിനെ നമുക്ക് ആദ്യം കിലോമീറ്റർ പെർ അവറിലേക്ക് കണ്ടുപിടിക്കാം.
അപ്പൊ അതിനാദ്യം നമ്മൾ ഈ ദൂരം 800 മീറ്റർ, ഇത് എത്ര കിലോമീറ്റർ ആണ്? 800/1000, 0.8 കിലോമീറ്റർ. ഇനി സമയമാണെങ്കിൽ 6 മിനിറ്റ് ആണ് തന്നിട്ടുള്ളത്. ഇത് എത്ര സെക്കൻഡ് ആണ്? 60 × 6, 360 സെക്കൻഡ് ആണ്. എത്ര മണിക്കൂറാണ്? 6 മിനിറ്റ്/60, 0.1 മണിക്കൂറാണ്. അപ്പോ വേഗത, ഡിസ്റ്റൻസ് ബൈ ടൈം, കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ 0.8 ഡിവൈഡഡ് ബൈ 0.01, ഇതിന്റെ 8 കിലോമീറ്റർ പെർ അവർ. ഇനി മീറ്റർ പെർ സെക്കൻഡ് കണ്ടുപിടിക്കണമെങ്കിലോ 800 മീറ്റർ ഡിവൈഡ് ബൈ 360 സെക്കൻഡ്, അപ്പോൾ 80/36 മീറ്റർ പെർ സെക്കൻഡ്. ഇത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ വേഗത കണക്കാക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് പോവാം, ശരാശരി വേഗത. ശരാശരി വേഗത പലപ്പോഴും പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. സമദൂര യാത്രയ്ക്കുള്ള ശരാശരി വേഗത്തിന് എക്സും വൈയും ആണ് വെലോസിറ്റി എങ്കിൽ സമദൂര യാത്രയ്ക്കുള്ള ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. മൊത്തം ദൂരം വ്യത്യസ്തമാകുമ്പോൾ ആവറേജ് എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഉദാഹരണം നോക്കൂ. ഒരു വ്യക്തി ഒരു യാത്ര 60 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. തിരിച്ചു വരവ് 40 കിലോമീറ്റർ വേഗതയിൽ. മുഴുവൻ യാത്രയുടെ ശരാശരി വേഗത എത്രയാണ്? ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഡിസ്റ്റൻസ് തുല്യമാണ്, ദൂരം തുല്യമാണ്. ഒരു വ്യക്തി ഒരു യാത്ര, അതായത് ഈ വ്യക്തി അങ്ങോട്ടേക്ക് പോയത് 60 കിലോമീറ്റർ പെർ അവർ, ഇങ്ങോട്ടേക്ക് വന്നത് 40 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ദൂരം തുല്യമാണ്, പക്ഷെ രണ്ട് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ശരാശരി വെലോസിറ്റി എത്രയാ? ശരാശരി വേഗത ഇക്വേഷൻ ഉണ്ടല്ലോ, 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ഇവിടെ എക്സ് എത്രയാണ്? 60, വൈ എത്രയാണ്? 40. അപ്പോ എന്താണ്? 2 × 60 × 40 ഡിവൈഡഡ് ബൈ 60 + 40 ഈക്വൽ ടു 100 20 12 48 കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ ശരാശരി വേഗത. ഒരിക്കലും നമ്മൾ 60 + 40/2 ഈക്വൽ ടു 50, ഇത് തെറ്റാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ശരിയായ മെത്തേഡ് അല്ല. നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇങ്ങനെ തന്നെ ചെയ്യണം, 48 കിലോമീറ്റർ പെർ അവർ. ഇനി നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം. ഒരു യാത്രയിൽ ഒരാൾ ആദ്യം 30 കിലോമീറ്റർ 60 കിലോമീറ്റർ വേഗത്തിൽ പോയി, ശേഷം 60 കിലോമീറ്റർ 90 കിലോമീറ്റർ വേഗത്തിൽ പോയി. ശരാശരി വേഗത എത്രയാണെന്നാണ് ചോദ്യം. ശരാശരി വേഗത എത്രയാണെന്നാണ് അപ്പോ ഇതില് നമുക്ക് കാണാൻ പറ്റും ദൂരം തുല്യമല്ല. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താണ്? ശരാശരി വേഗത സമം ആകെ ദൂരം ബൈ ആകെ സമയം. ഇവിടെ ആദ്യത്തെ കേസ് എടുക്കാം. 30 കിലോമീറ്റർ 60 കിലോമീറ്റർ പെർ അവറിലാണ് പോയത്. അപ്പൊ എത്ര സമയം എടുക്കും? അതായത് T1. സമയം എത്രയാണ്? സമയത്തിന്റെ ഇക്വേഷൻ എന്താണ്? സമയത്തിന്റെ ഇക്വേഷൻ ദൂരം ബൈ വേഗതയാണ്. അപ്പൊ 30/60 കിലോമീറ്റർ ആണ്, അവർ ആണ്. അപ്പോ 0.5 കിട്ടി. ഇനി T2 അടുത്തത് 60 കിലോമീറ്റർ 90 കിലോമീറ്റർ പെർ അവറിൽ. അപ്പൊ 60 ഡിവൈഡഡ് ബൈ 90, 0.66 കിട്ടി അവേഴ്സ്. അപ്പൊ ടോട്ടൽ ടൈം T1 + T2
1.167 കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്താൽ ഇത്രയും അവർ. ഇനി നമുക്ക് ശരാശരി വേഗത കാണാം. വേഗത ആകെ ദൂരം എത്രയാണ്? 30 + 60 ഡിവൈഡഡ് ബൈ ആകെ സമയം 1.167. ഇത് ഏകദേശം 77.1 km/h കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ഒരു ഉദാഹരണം കൂടെ നോക്കാം. ഒരു ബസ് 80 km വേഗത്തിൽ പോയി. തിരിച്ചുവരവിൽ 20 km/h ആയിരുന്നു ശരാശരി വേഗം. എങ്കിൽ ശരാശരി വേഗം എത്രയാണ്? അപ്പോ ഇത് ദൂരം തുല്യമാണ്. അപ്പൊ ഇക്വേഷൻ എന്താണ്? ശരാശരി വേഗത. അപ്പൊ ദൂരം തുല്യമാണെങ്കിൽ ശരാശരി വേഗത സമം 2xy by x plus y. x എത്രയാണ്? 80, y 20. അപ്പോ ഈക്വൽ ടു 2 × 80 × 20 ഡിവൈഡഡ് ബൈ 80 + 20. അപ്പൊ എന്തായി? ഇത് 100 ആണ്. ഇത് പോയി 32 km/h കിട്ടും. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പഠിക്കണം. അടുത്തത് ആപേക്ഷിക വേഗം. ഇത് ആപേക്ഷിക വേഗം കൊണ്ടുള്ള ചില പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ആപേക്ഷിക വേഗം റിലേറ്റീവ് വെലോസിറ്റി. ഇത് നമ്മൾ പലപ്പോഴും പല രീതിയിലും നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലിക്കബിൾ ചെയ്യേണ്ട ഭാഗമാണ്. ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാം. എതിർദിശയിൽ ആളുകൾ നടക്കുന്നു. അതായത് ഒരു പ്രശ്നം നോക്കാം. രഘു 5 m/s വേഗത്തിൽ, സുഹാസ് 3 m/s വേഗത്തിൽ എതിർദിശയിൽ നടക്കുന്നു. ഈ എതിർദിശയിൽ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ രണ്ടുപേരുടെയും വേഗത ആഡ് ആവും. അതായത് എതിർദിശയിലാണ് നടക്കുന്നത്. അപ്പൊ രണ്ടുപേരുടെയും വേഗത ആഡ് ആവുകയാണ് ചെയ്യുക. നമുക്ക് നോക്കാം. അപ്പൊ ഈ സമയത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ സ്ലൈഡ് കണ്ടു, ഓപ്പോസിറ്റ് ഡയറക്ഷൻ നടക്കുകയാണെങ്കിൽ വെലോസിറ്റി ആഡ് ചെയ്യും. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ വെലോസിറ്റി സബ്സ്ട്രാക്ട് ചെയ്യും, കുറക്കും. അപ്പൊ നമ്മൾ ഇത് എതിർദിശയിലാണ് നടക്കുന്നത്. എതിർദിശയിൽ നടക്കുകയാണെങ്കിൽ വെലോസിറ്റികൾ നമ്മൾ ആഡ് ചെയ്യും. അപ്പോ വെലോസിറ്റി എത്രയാണ് ഇവിടെ വരിക? വേഗത റിലേറ്റീവ് സ്പീഡ് എന്നാണ് ഇതിന് പറയുക. ആപേക്ഷിക വേഗത അത് 5 + 3 8 m/s ആണ്. അപ്പൊ ടൈം എത്രയാണ്? നമുക്ക് ടൈം ആണ് കാണേണ്ടത്. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ്. അപ്പൊ എത്രയാണ്? 160 ഡിവൈഡ് ബൈ 8, 20 സെക്കൻഡ് കൊണ്ട് അവർ നമ്മൾ കാണും. നമുക്കിനി ഒരു കേരള PSC സ്റ്റൈൽ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ട്രെയിൻ 400 മീറ്റർ നീളം 600 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിനിന് എതിർദിശയിൽ നീങ്ങുന്നു. ആദ്യത്തെ ട്രെയിനിന്റെ വേഗത തന്നിട്ടുണ്ട്, രണ്ടാമത്തെ ട്രെയിനിന്റെ വേഗതയും തന്നിട്ടുണ്ട്. ട്രെയിനുകൾ പരസ്പരം കിടക്കാൻ എത്ര സമയം എടുക്കും? ഇത് റിലേറ്റീവ് വെലോസിറ്റി വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം രണ്ട് വസ്തുക്കളും മൂവ് ചെയ്യുകയാണ്. അപ്പോ നമുക്ക് ഇവിടെ നോക്കാം. ഒരു ട്രെയിൻ ഇങ്ങോട്ട് പോകുന്നു, വേറൊരു ട്രെയിൻ ഇങ്ങോട്ട് പോകുന്നു. ഇവ രണ്ട് തമ്മിൽ കടക്കാൻ ഒന്നിന്റെ നീളം എത്രയാണ്? 400 മീറ്റർ, മറ്റേതിൻ്റെത് 600 മീറ്റർ. ഇവ രണ്ടിൽ കടന്നു പോകാൻ വേണ്ടി എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. അപ്പോ റിലേറ്റീവ് സ്പീഡ് ഫസ്റ്റ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 600 + 400 ഈക്വൽ ടു 1000 മീറ്റർ. 1000 മീറ്റർ. ഈ 1000 മീറ്റർ അതേസമയം റിലേറ്റീവ് സ്പീഡ് എത്രയാണ്? 90 + 60 150 km/h ആണ്. ഇത് മീറ്ററിലാണ്, ഇത് അവറിലാണ് ഉള്ളത്. അപ്പോ നമ്മൾ ഇതിനെന്ത് ചെയ്യണം?
ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. കാരണം ഇത് ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, ഈ മൂവ്മെന്റ് ഉണ്ടാവുക. അപ്പോൾ 150 ഇൻറ്റു നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 ഡിവൈഡ് ബൈ 18 ചെയ്താൽ 41.67 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പൊ ടൈം കണ്ടുപിടിക്കണം. ടൈം ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം. 1000 ബൈ 41.67 24 സെക്കൻഡ് കിട്ടും ഏകദേശം. ഇങ്ങനെയാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്യേണ്ടത്. അടുത്തതായി നമുക്ക് ഈ വേഗതയുടെ ക്വസ്റ്റ്യൻസിൽ ട്രെയിനിന്റെ പ്രശ്നങ്ങൾ നോക്കാം. മറ്റു വാഹനങ്ങളെ പോലെയല്ല, ട്രെയിനിന്റെ നീളം കൂടി ഉള്ളതുകൊണ്ട് അതിന് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ഉദാഹരണത്തിന് ട്രെയിൻ ഒരു പോസ്റ്റ് പാസ് ചെയ്യുകയായിരുന്നെങ്കിൽ, അതിന്റെ ടൈം എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ട്രെയിനിന്റെ സ്പീഡാണ്. ഇനി ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമിന്റെയും ട്രെയിനിന്റെയും രണ്ടിന്റെയും ഡിസ്റ്റൻസ് ആഡ് ചെയ്യണം. അപ്പോൾ ടൈം എത്ര എടുക്കും? ട്രെയിനിന്റെ ഡിസ്റ്റൻസ്, ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ സ്പീഡ്. അപ്പൊ ഈ ഒരു കാര്യം ട്രെയിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണം നോക്കാം. ആദ്യത്തെ ഉദാഹരണം, ട്രെയിൻ ഒരു പോസ്റ്റിനെ അല്ലെങ്കിൽ പോളിനെ മറികടക്കുന്നത്. ഒരു 240 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു പോസ്റ്റിനെ 24 സെക്കൻഡിൽ മറികടക്കുന്നു. അങ്ങനെയെങ്കിൽ ട്രെയിനിന്റെ വേഗം എത്ര? അപ്പൊ ഇവിടെ നമ്മൾ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പോസ്റ്റിന്റെ നീളം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? 240 മീറ്റർ ആയിട്ട് എടുക്കാം. അതിനെ 24 സെക്കൻഡിലാണ് മറികടക്കുന്നത്. അപ്പോൾ ട്രെയിനിന്റെ വേഗതയുടെ ഇക്വേഷൻ എന്താണ്? ട്രെയിനിന്റെ വേഗതയുടെ ഇക്വേഷൻ സ്പീഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആണ്. അപ്പോ ഡിസ്റ്റൻസ് എത്രയാണ്? 240 ഡിവൈഡഡ് ബൈ 24 സെക്കൻഡ്. അപ്പൊ എന്ത് കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഇതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക്, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 10 ഇൻറ്റു 18/5 ഈക്വൽ ടു 36 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഇത് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ട്രെയിൻ ഒരു പാലം കടക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ട്രെയിനിന്റെയും പാലത്തിന്റെയും നീളം കൺസിഡർ ചെയ്യേണ്ടി വരും. ഒരു ട്രെയിൻ 300 മീറ്റർ നീളമുള്ള ഒരു പാലം 30 സെക്കൻഡിൽ കടക്കുന്നു. ഒരു ട്രെയിൻ 300 മീറ്റർ നീളമുള്ള ഒരു പാലം. അപ്പോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ട്രെയിനിന്റെ നീളം അതായത് 150 പ്ലസ് പാലത്തിന്റെ നീളം 300. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 450 ആണ്. ഈ 450 എടുക്കാനുള്ള സമയം എത്രയാണ്? 30 സെക്കൻഡ്. ഇതിന്റെ വേഗത എത്രയാണ്? അപ്പോ വേഗത സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോ 450/30 15 മീറ്റർ പെർ സെക്കൻഡ്. ട്രെയിനിന്റെ ഒക്കെ വേഗത നമ്മൾ പലപ്പോഴും കിലോമീറ്റർ പെർ ഹവറിലാണ് പറയുക. അപ്പോൾ അതിനെ 18/5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 54 കിലോമീറ്റർ പെർ അവർ കിട്ടും. മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു ട്രെയിൻ ഒരു പോളിനെ അഥവാ ഒരു പോസ്റ്റിനെ 10 സെക്കൻഡിൽ മറികടക്കുന്നു. അതേ വേഗത്തിൽ 150 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടക്കാൻ 24 സെക്കൻഡ് എടുക്കുന്നു. ട്രെയിനിന്റെ നീളം എത്ര? ഇത് കുറച്ച് അപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രോബ്ലം ആണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ നമ്മൾ ട്രെയിനിന്റെ നീളം ഇവിടെ എക്സ് എന്ന് എടുക്കുന്നു. ഇതാണ് ട്രെയിനിന്റെ നീളം എക്സ്. അപ്പൊ ആദ്യത്തെ കേസിൽ 10 സെക്കൻഡിൽ ഒരു പോസ്റ്റിനെ മറികടക്കുന്നു. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് സ്പീഡിന്റെ ഇക്വേഷൻ ഉണ്ട്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമ്മൾ ഈ കേസിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്.
അപ്പോ സ്പീഡ് എത്രയായിരിക്കും? സ്പീഡ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 10. ഇത്രയും മീറ്റർ പെർ സെക്കൻഡ്. ഇനി രണ്ടാമത്തെ കേസ് അതേ വേഗത്തിലാണ്. അപ്പൊ സ്പീഡ് സെയിം ആണ്. അപ്പോ എസ് ഈക്വൽ ടു 150 നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ട്രെയിനിന്റെ നീളം പ്ലസ് 150 മീറ്റർ ഡിവൈഡഡ് ബൈ 24. ഇത്രയും മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇത്തരം ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിക്കണം. എക്സ് ബൈ 10 ഈക്വൽ ടു എക്സ് പ്ലസ് 150 ഡിവൈഡഡ് ബൈ 24. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു 24 ഈക്വൽ ടു എക്സ് പ്ലസ് 150 ഇൻറ്റു 10. അപ്പോ എന്താ കിട്ടുക? 24 എക്സ് ഈക്വൽ ടു 10 എക്സ് പ്ലസ് 1500 കിട്ടും. ഈ 10 എക്സിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 24 എക്സ് മൈനസ് 10 എക്സ് ഈക്വൽ ടു 1500. അപ്പൊ 24 എക്സ് 10 എക്സ് പോയി കഴിഞ്ഞാൽ 14 എക്സ് ഈക്വൽ ടു 1500. എക്സ് ഈക്വൽ ടു 1500 ബൈ 14. അപ്പൊ എക്സ് എത്രയായിരിക്കും? ഇവിടെ കാണുന്ന പോലെ 107.14 മീറ്റർ കിട്ടും. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ സ്പീഡ്, ദൂരവും സ്പീഡും ഇതുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.